1999 ജൂൺ 13, സമയം രാത്രി 11 മണി. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും തന്ത്രപ്രധാന വ്യോമത്താവളങ്ങളിൽ ഒന്നായ മധ്യപ്രദേശിലെ ഗ്വാളിയാർ എയർബേസ്. ഇതേസമയം ഇവിടെ നിന്നും ഉടനെ തന്നെ അതീവ രഹസ്യമായി നടത്തപ്പെടേണ്ട ഒരു സവിശേഷ എയർ ഡ്രില്ലിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലായിരുന്നു. ആക്ഷൻ തുടങ്ങാനുള്ള അനുമതി കമാൻഡിംഗ് ഓഫീസറിൽ നിന്നും ലഭ്യമായതും കൺട്രോൾ ടവറിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സെക്കൻഡുകൾക്കകം ഈ വ്യോമതാവളത്തിന്റെ പ്രൊട്ടക്റ്റീവ് ഹാങ്ങറുകളിൽ നിന്നും റൺവേയിലേക്ക് എത്തിയ 9 മിറാജ് 2000 ഫൈറ്ററുകൾ ഒന്നിനു പുറകെ ഒന്നെന്ന കണക്കിൽ ശരവേഗത്തിൽ തന്നെ പശ്ചിമദിക്കിനെ ലക്ഷ്യമാക്കി ഒരു ലോവർ ആംഗിളിൽ ടേക്ക് ഓഫ് ചെയ്തു. പതിവിലും വിപരീതമായി തങ്ങളുടെ സെൻട്രൽ ഫ്യൂസിലാജിൽ നിറഞ്ഞിരിക്കേണ്ട ഫ്യുവൽ ഡ്രോപ്പ് ടാങ്കുകൾക്ക് പകരം അസാധാരണ വലിപ്പമുള്ള AN-52 ഗ്രാവിറ്റി ബോംബുകളുടെ ഡമ്മി മോഡലുകളെയും വഹിച്ചുകൊണ്ട് മാനമേറിയ ഈ മിറാഷുകൾ അതിനുവേണ്ടി വ്യത്യസ്തമായ മറ്റൊരു ടേക്ക് ഓഫ് രീതിയായിരുന്നു അവലംബിച്ചത്. ദക്ഷിണേഷ്യയെ അത്യന്തം സംഘർഷഭരിതമാക്കിയിരുന്ന കാർഗിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനാലും പ്രസ്തുത യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന വളരെ സുവ്യക്തമായി പങ്കെടുത്തിരുന്നതിനാലും ഈ നടപടികളിൽ ഒരു മാധ്യമ ശ്രദ്ധയും പതിഞ്ഞിരുന്നുമില്ല. എന്നാൽ ഗ്വാളിയാർ എയർബേസിലെ വളരെ കുറച്ചു മാത്രം ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഈ അഭ്യാസം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ ആണവാക്രമണ പരിശീലനത്തിനായിരുന്നുവെന്നും കാർഗിൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ മുഴക്കിയ ആണവ ഭീഷണിക്ക് കരുതലായി ശത്രുവിന് നേർക്ക് ന്യൂഡൽഹി പരീക്ഷിച്ച സീക്രട്ട് ന്യൂക്ലിയർ അറ്റാക്ക് എക്സർസൈസ് ആയിരുന്നു ഇതെന്നും US ഇന്റലിജൻസിനെ ഉദ്ധരിച്ച് പിന്നീട് അമേരിക്കൻ മാധ്യമ ഭീമനായ വാഷിംഗ്ടൺ പോസ്റ്റ് വെളിപ്പെടുത്തിയത് അന്തർദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയായതും ലോകത്തെ ഞെട്ടിച്ചു. പാകിസ്ഥാനെതിരെ വിപുലമായ ഒരു ആണവ തിരിച്ചടിക്ക് ഇന്ത്യ തയ്യാറെടുത്തതും ഓപ്പറേഷൻ 6 എന്ന പേരിൽ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും നടത്താൻ പദ്ധതിയിട്ടതുമായ ആ ആക്രമണ തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് ചാണക്യന്റെ പുതിയ വീഡിയോ. ഒപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വലിയൊരു ആണവ യുദ്ധത്തിന്റെ ഭീതി പരത്തിയ ഇതിന്റെ മറ്റു അറിയാക്കഥകളും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. ട്രാൻസ് ഹിമാലയൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇന്ത്യൻ അതിർത്തി സംസ്ഥാനമായ ജമ്മു കാശ്മീരിലെ കാർഗിൽ മലനിരകൾ പിടിച്ചെടുക്കാൻ പാകിസ്ഥാനും അവരുടെ പിന്തുണയുള്ള മുജാഹിദീൻ കൂലിപ്പട്ടാളവും ശ്രമങ്ങൾ ആരംഭിച്ചതോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയ 1999 സംഭവബഹുലമായ കാർഗിൽ യുദ്ധത്തിന് തുടക്കമാവുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഈ ഗൂഢതന്ത്രങ്ങളെ തകർത്തെറിയാൻ ഇന്ത്യയുടെ സായുധ സേനകൾ തങ്ങളുടെ രാജ്യാതിർത്തിക്കുള്ളിൽ നടത്തിയ ഒരു പരിമിത യുദ്ധമെന്ന നിലയ്ക്ക് അത്യധികം വാർത്താ പ്രചാരം നേടിയ പ്രസ്തുത യുദ്ധം വളരെയധികം ദുർഘടമായ പരിസ്ഥിതികളിൽ പോരാട്ടം നടത്തേണ്ട ഒരു സങ്കീർണ സാഹചര്യത്തെയാണ് ഇവർക്ക് സംജാതമാക്കിയതും. 1999 മെയ് 3 തുടങ്ങി ജൂലൈ 26 അവസാനിച്ച ഈ കാർഗിൽ യുദ്ധം ഇരുപക്ഷത്തും കനത്ത ആൾനാശം സൃഷ്ടിച്ച് ഏകദേശം 3 മാസത്തിനടുത്താണ് നീണ്ടുനിന്നത്. യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ കാർഗിൽ മലനിരകൾക്കുമേൽ തന്ത്രപ്രധാന മുൻതൂക്കം നേടിയിരുന്ന പാക് സേനയും അവരുടെ കൂലിപ്പട്ടാളവും മെയ് 26 ഈ മേഖലയിലേക്ക് ഇന്ത്യ വിപുലമായ വ്യോമാക്രമണം ആരംഭിച്ചതോടെ പ്രതിരോധത്തിലായെങ്കിലും അധിനിവേശ കാശ്മീരിൽ മുൻപ് തന്നെ തയ്യാറാക്കിയിരുന്ന വമ്പൻ സപ്ലൈ ചെയിനുകളെ കൃത്യമായി ഉപയോഗിച്ച് ഈ നുഴഞ്ഞുകയറ്റക്കാർ പിന്നീട് അതിതീവ്രമായി തിരിച്ചടിച്ചതോടെ ഇന്ത്യൻ ഭാഗത്തെ നഷ്ടങ്ങൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങളെ ഒന്നടങ്കം ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഉയർന്നത്. തൽഫലമായി ഇതിനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ കാർഗിൽ സെക്ടറിൽ ഊർജിതമാക്കുന്നതിനൊപ്പം തന്നെ പാകിസ്ഥാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനും വേണ്ടിവന്നാൽ അവർക്കു നേരെ ഒരു പൂർണ്ണ യുദ്ധം തുടങ്ങിവെക്കാനും അന്നത്തെ ഇന്ത്യൻ കരസേനാ മേധാവിയായിരുന്ന ജനറൽ VP മാലിക് തത്കാല പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ AB വാജ്പേയിയെ ഉപദേശിച്ചിരുന്നു. പക്ഷേ കാര്യങ്ങൾ എവിടെ വരെ നീങ്ങുമെന്ന് കാത്തിരുന്ന് കാണാൻ നിശ്ചയിച്ചിരുന്ന പ്രധാനമന്ത്രിയാവട്ടെ ഇക്കാര്യത്തിൽ അനുയോജ്യമായ സമയത്ത് ഉചിതമായ ഒരു നടപടി സർക്കാർ കൈക്കൊള്ളുമെന്നാണ് ജനറൽ മാലിക്കിനെ ഇതിനുള്ള മറുപടിയായി അറിയിച്ചത്. എന്നാൽ കാർഗിലിൽ കടന്നുകയറിയിരിക്കുന്ന പാക് സൈന്യത്തെ അവിടെ നിന്നും തുരത്തുന്നതിനും ആ പ്രദേശം അവരിൽ നിന്നും വീണ്ടെടുക്കുന്നതിനും നിലവിൽ ഇന്ത്യൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന പട്ടാള നീക്കങ്ങൾ പര്യാപ്തമല്ലെന്നും ദിനങ്ങൾ പിന്നിടുന്തോറും ഈ യുദ്ധം കൂടുതൽ വഷളാവുകയാണെന്നും അത് പർവ്വത മേഖലയിൽ ശത്രുക്കളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന കരസേനയ്ക്കും വ്യോമസേനയ്ക്കും വലിയ വെല്ലുവിളികളാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നതെന്നും 1999 ജൂൺ 3 ന്യൂദില്ലിയിൽ ചേർന്ന നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഒരു സമ്പൂർണ്ണ യോഗം ഇന്ത്യൻ പ്രധാനമന്ത്രി തലവനായ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിക്ക് മുന്നറിയിപ്പ് നൽകിയത് പ്രസ്തുത വിഷയത്തിൽ വീണ്ടും ഒരു പുനർവിചിന്തനം നടത്താൻ ശ്രീ വാജ്പേയിക്ക് പ്രേരണ നൽകി. ഇന്ത്യയുടെ 3 സൈനിക മേധാവികളും ചാരപ്രമുഖരും രാജ്യത്തെ തലമുതിർന്ന സുരക്ഷാ സൈദ്ധാന്തികരുമടങ്ങിയ ഈ അത്യുന്നത സമിതി ദേശീയ തലത്തിൽ തന്നെ പ്രതിരോധ നയ രൂപീകരണങ്ങളിൽ യൂണിയൻ ക്യാബിനറ്റിനെ ഉപദേശിക്കുന്ന ഒരു സുപ്രധാന ഘടകമായതിനാൽ
അവർ ഇങ്ങനെയൊരു അഭിപ്രായം പ്രകടിപ്പിച്ചത് പ്രധാനമന്ത്രിക്ക് തീർത്തും അവഗണിക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്നതായിരുന്നു ഇതിനു കാരണം. അതോടെ CCSന്റെ ഒരു അടിയന്തര യോഗം 1999 ജൂൺ 5 തന്റെ വസതിയിൽ വിളിച്ചു ചേർത്ത ശ്രീ അടൽ ബിഹാരി വാജ്പേയി പ്രസ്തുത മീറ്റിംഗിൽ സന്നിഹിതരായിരുന്ന ഇന്ത്യയുടെ സായുധ സേനാ നേതൃത്വങ്ങളോട് പാകിസ്ഥാനെതിരെ ഒരു പൂർണ്ണ യുദ്ധത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. തൽഫലമായി കര, നാവിക, വ്യോമസേനകളിലെ മുഴുവൻ ഓപ്പറേഷൻ കമാൻഡുകളിലും അനുബന്ധമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, വെസ്റ്റേൺ സീബോർഡിലും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഹൈ അലർട്ട് പ്രഖ്യാപിച്ചു. സമാന്തരമായി പാകിസ്ഥാനുമായി ഇന്ത്യക്ക് നിലവിലുള്ള അന്താരാഷ്ട്ര അതിർത്തി കുറുകെ കടന്ന് പാക് ഭൂപ്രദേശങ്ങളിൽ ഒട്ടനേകം ബഹുതല ആക്രമണങ്ങൾ നടത്താനുള്ള ഓപ്പറേഷൻ 6 എന്നുള്ള ഒരു രഹസ്യ പദ്ധതിക്ക് 3 സൈന്യാധിപന്മാരും കൂടിയാലോചനകളും ആരംഭിച്ചു. ഇതിനുള്ള ഒരു സഹായമെന്ന നിലയ്ക്ക് മിലിറ്ററി ഇന്റലിജൻസും റോയും അവരുടെ സോഴ്സുകളിൽ നിന്നും വിവരശേഖരണവും തുടങ്ങിവെച്ചതോടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വലിയൊരു യുദ്ധത്തിനുള്ള കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. പാകിസ്ഥാനെതിരെ വടക്ക് കശ്മീർ മുതൽ തെക്ക് ഗുജറാത്ത് വരെയുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ ഏതെങ്കിലും ഒരു കൃത്യസ്ഥാനത്ത് പോർമുഖം തുറക്കാനുള്ള ലക്ഷ്യത്തോടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപസമൂഹങ്ങളിൽ തമ്പടിച്ചിരുന്ന സ്വന്തം ഉഭയാക്രമണ ബ്രിഗേഡിനെ ഗുജറാത്തിലേക്ക് നിയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ കരസേന അവരുടെ നീക്കങ്ങൾ തകൃതിയാക്കിയപ്പോൾ ബംഗാൾ ഉൾക്കടലിലെ ഈസ്റ്റേൺ ഫ്ലീറ്റിൽ നിന്നുള്ള മുൻനിര പടക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും ഒരു വമ്പൻ വ്യൂഹത്തെ അറബിക്കടലിലുള്ള വെസ്റ്റേൺ ഫ്ലീറ്റിലേക്ക് വിന്യസിച്ചുകൊണ്ടാണ് നാവികസേന തങ്ങളുടെ നീക്കങ്ങളെ ഊർജിതമാക്കിയത്. കാർഗിലിലെ മഞ്ഞുമലകൾക്ക് മുകളിലുള്ള പാക് ബങ്കറുകൾക്ക് മേൽ നിരന്തരം അഗ്നിവർഷം നടത്തിക്കൊണ്ടിരുന്ന ഇന്ത്യൻ വ്യോമസേനയാവട്ടെ ഇതിനോടകം തന്നെ അവരുടെ മിറാഷ് 2000 മൾട്ടി റോൾ ഫൈറ്ററുകളെയും സുഖോയ് 30 മൾട്ടി റോൾ ഫൈറ്ററുകളെയും പാകിസ്ഥാനെ അഭിമുഖീകരിക്കുന്ന ഫോർവേഡ് ബേസുകളിലേക്ക് മാറ്റിയിരുന്നതിനാൽ കാര്യമായ ഒരു അധിക വിന്യാസത്തിന് മുതിർന്നതുമില്ല. എങ്കിലും ഏതു സമയത്തും ഒരു മിഷൻ ഡിപ്ലോയ്മെന്റ് നടത്താൻ പാകത്തിലും വേണ്ടി വന്നാൽ പാക് മണ്ണിലേക്ക് ആഞ്ഞടിക്കാനും കരുതി തന്നെയായിരുന്നു ഇവർ ഈ താവളങ്ങളിൽ നിലകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ത്യൻ നീക്കങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാൻ ഇതിനൊരു മറുനീക്കം എന്ന പോലെ തങ്ങളുടെ ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലുകളെയും ന്യൂക്ലിയർ ബോംബുകൾ വഹിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത F-16 പോർ വിമാനങ്ങളെയും ഇന്ത്യൻ അതിർത്തിക്കടുത്തേക്ക് നീക്കിയത് ഈ സംഘർഷത്തെ കൂടുതൽ രൂക്ഷമാക്കി. മേൽപ്പറഞ്ഞ സംഭവ വികാസങ്ങൾക്ക് അനുബന്ധമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പൂർണ്ണ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു മുൻകൂർ ആണവാക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നും റോയും മിലിറ്ററി ഇന്റലിജൻസും കൂടി PMOയിൽ റിപ്പോർട്ട് ചെയ്തതോടെ ഇന്ത്യക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ ആണവാക്രമണത്തിന് മുൻപേ തന്നെ അവർക്കെതിരെ ഒരു മുൻകൂർ അണ്വായുധ പ്രഹരത്തിന് തയ്യാറായിരിക്കാൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അന്ന് രാജ്യത്തിന്റെ ന്യൂക്ലിയർ വെപ്പണുകളെ നിയന്ത്രിക്കുന്ന നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന് ഉത്തരവ് നൽകി. പാകിസ്ഥാനിൽ നിന്നും ആസന്നമായിരിക്കുന്ന ഒരു ആണവ ഭീഷണിയുടെ സാധ്യതയെ മുൻകൂട്ടി കണ്ട് ഇന്ത്യൻ അണ്വായുധങ്ങളെ ഉടനടി ആക്ടിവേറ്റ് ചെയ്യണമെന്നായിരുന്നു പ്രധാനമന്ത്രി വാജ്പേയിയുടെ ആജ്ഞയെ അനുസരിച്ച് NSABയുടെ സമ്പൂർണ്ണ യോഗമെടുത്ത തൽക്ഷണ തീരുമാനം. തൽഫലമായി രാജ്യത്തിന്റെ ന്യൂക്ലിയർ വെപ്പണുകളുടെ അക്കാലത്തെ സംരക്ഷകരും പരിപാലകരുമായിരുന്ന ബോംബെയിലെ ബാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിനോട് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ അതിസുരക്ഷാ സ്റ്റോറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സജീവ ആണവ പോർമുനകൾ ഇവയുടെ വിക്ഷേപണ സേനയായ ഇന്ത്യൻ എയർഫോഴ്സിന് സജ്ജമാക്കി നൽകാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ നിർദ്ദേശിച്ചു. അതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനങ്ങളിൽ ബോംബെയിൽ നിന്നും ഈ ന്യൂക്ലിയർ വാർഹെഡുകൾ ബാർക്കും സേനകളും തമ്മിലുള്ള ടോപ്പ് സീക്രട്ട് പാസേജുകളിലൂടെ മധ്യ ഇന്ത്യയിലെ ഒരു അതീവ രഹസ്യ വ്യോമത്താവളത്തിലും ഉത്തര പടിഞ്ഞാറ് ഇന്ത്യയിലെ മറ്റൊരു വ്യോമത്താവളത്തിലും എത്തിച്ചേർന്നു. അനന്തരം ആർമിക്ക് വേണ്ടി ഏകദേശം 5ഓളം ആണവ പോർമുനകളും എയർഫോഴ്സിന് വേണ്ടി ഉദ്ദേശം 9ഓളം ആണവ പോർമുനകളും വളരെ പെട്ടെന്ന് തന്നെ ഭാവ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ വിദഗ്ധ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ വിതരണം ചെയ്യപ്പെട്ടു. തുടർന്ന് ഇന്ത്യയുടെ പ്രധാന ആയുധ ഗവേഷണ വികസന ലാബായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കരസേനയുടെ മധ്യദൂര അഗ്നി മിസൈലുകളിലും വ്യോമസേനയുടെ മിറാഷ് 2000 ഫൈറ്റർ വിമാനങ്ങളിലും ഈ ന്യൂക്ലിയർ വാർഹെഡുകൾ അതിസൂക്ഷ്മമായി ഘടിപ്പിച്ചതോടെ ശത്രുവിനെതിരെയുള്ള സമഗ്രമായ ഒരു ആണവ പ്രഹരത്തിന് ന്യൂഡൽഹി സർവ്വ സംവിധാനങ്ങളുമായി തന്നെ അണിനിരന്നു. അത്യന്തം ചടുലമായ ഒരു ദ്രുത പ്രതികരണമായി വിലയിരുത്തപ്പെട്ട ഈ നടപടികളെ 1999 ജൂലൈ 9 ദില്ലിയിൽ ചേർന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിൽ തത്കാല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ ബിജേഷ് മിശ്ര പ്രധാനമന്ത്രി വാജ്പേയിയെയും ആഭ്യന്തര, വിദേശ, ധനകാര്യ, പ്രതിരോധ മന്ത്രിമാരെയും വ്യക്തമായി ബോധ്യപ്പെടുത്തിയതും ആവശ്യമായ ഒരു ന്യൂക്ലിയർ ലോഞ്ചിനുള്ള കമാൻഡ് സംവിധാനങ്ങൾ DRDO ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റിന് കൈമാറി.
ശത്രുവിനെതിരെ വിപുലമായ ഒരു ന്യൂക്ലിയർ ലോഞ്ച് നടത്താനുള്ള കമാൻഡ് സംവിധാനങ്ങൾ DRDOയിൽ നിന്ന് ലഭ്യമായതും 1999 ജൂൺ 11 ന്യൂദില്ലിയിൽ ചേർന്ന NSABയുടെ ഒരു അടിയന്തര യോഗം ഇത്തരമൊരു സാഹചര്യം സംഭവിക്കുന്ന പക്ഷം തങ്ങൾ ചെയ്യേണ്ടുന്ന നടപടികൾക്കായുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിവെക്കാൻ ഇന്ത്യൻ കരസേനയോടും വ്യോമസേനയോടും ആവശ്യപ്പെട്ടു. അതോടെ പിഴവുകളില്ലാതെ ഫലപ്രദമായ ഒരു അണ്വായുധ പ്രഹരം വൈരികൾക്ക് മേൽ ഏൽപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ആർമിയും എയർഫോഴ്സും ഇന്ത്യൻ ന്യൂക്ലിയർ വെപ്പണുകൾ സംഭരിക്കപ്പെട്ടിരിക്കുന്ന അവരവരുടെ തന്ത്രപ്രധാന താവളങ്ങളിൽ നിന്നും ഇതിനായുള്ള ടോപ്പ് സീക്രട്ട് റിഹേഴ്സലുകളുടെ ഒരു പരമ്പര തന്നെയാണ് ആരംഭിച്ചത്. തൽഫലമായി കരസേന ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ഡ്രില്ലുകളും വ്യോമസേന ന്യൂക്ലിയർ ഏരിയൽ ബോംബ് ഡ്രോപ്പ് ഡ്രില്ലുകളും രാജ്യത്തിനുള്ളിലെ ഏതോ അജ്ഞാത സ്ഥാനങ്ങളിൽ വിജയകരമായി നിറവേറ്റി. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ മണ്ണിലേക്ക് ആണവാക്രമണം ഉണ്ടാവുമെന്ന് കൃത്യമായ ഇന്റലിജൻസ് ഇൻപുട്ട് PMOയിൽ സ്ഥിരീകരിക്കുന്ന മുറയ്ക്ക് അവിടേക്ക് ഒരു അചന്തനീയ തിരിച്ചടിക്കായിരുന്നു സെക്യൂരിറ്റി കൗൺസിൽ തന്ത്രം മെനഞ്ഞിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഈ നീക്കങ്ങളെയെല്ലാം തങ്ങളുടെ ചാരസംഘടനയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി വഴി മനസ്സിലാക്കിയ അമേരിക്ക ന്യൂഡൽഹിക്കെതിരെ ഇസ്ലാമാബാദ് നടത്തുന്ന ഒരു ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് തൽക്ഷണം നിർത്തിവെക്കാൻ അവർക്ക് അന്ത്യശാസനം നൽകി. കാർഗിലിൽ നിന്നും പാകിസ്ഥാൻ ഉടനടി പിന്മാറിയില്ലെങ്കിൽ ദക്ഷിണ ഏഷ്യയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു ആണവ വിസ്ഫോടനത്തിലേക്കായിരിക്കും ഇത് വഴിവെക്കുകയെന്നും തൽഫലമായി ആർക്കും തടുക്കാൻ പറ്റാത്ത വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും അത് ലോകത്തെ നയിക്കുക എന്നുമായിരുന്നു വാഷിംഗ്ടണിന്റെ ഭയം. തുടർന്ന് 1999 ജൂലൈ 4 ഇന്ത്യൻ ആണവ ഭീഷണിയെ മുൻനിർത്തി അമേരിക്കയുടെ ഇടപെടലിന്റെ ഫലമായി കാർഗിലിൽ ഒരു വെടിനിർത്തലിനെ സമ്മതിച്ച പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും തങ്ങളുടെ അണ്വായുധങ്ങളെ പിൻവലിച്ചു. അതുകൊണ്ട് തന്നെ കാർഗിൽ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ പാകിസ്ഥാനെ ന്യൂക്ലിയർ വെപ്പണുകൾ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള ഇന്ത്യൻ പദ്ധതികൾക്ക് പിന്നീട് ന്യായമില്ലാതെയാവുകയും തന്മൂലം ഈ തയ്യാറെടുപ്പുകൾ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ സമിതി എന്നേക്കുമായി ഉപേക്ഷിക്കുകയും ചെയ്തു. ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.